ഞാൻ വന്നാ ചിലപ്പോ എനിക്കും കൂടെ പറ്റിയാലോ? തോന്നുന്നില്ല. അല്ലെങ്കിലും ഞാനിനി ആ വീട്ടിലേക്കില്ല. മതിയായി. എല്ലാം അടുത്തറിഞ്ഞാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഗൗരിയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് അടങ്ങുമല്ലേ? ഒരു കാര്യം വേദ മനസ്സിലാക്കണം. ഞാൻ വേദയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ടാ എനിക്കിപ്പോ ഇങ്ങനൊരു ഗതികേട് വന്നത്. ഞാൻ സ്വാതിയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും പ്രേത എന്റെ മുമ്പിൽ വരില്ലായിരുന്നു. അത് ശരിയാ. ഗൗരി ചെയ്തെന്ന സഹായങ്ങളൊന്നും ചെറുതല്ല. അതൊന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്കിപ്പോ വലുത് എന്റെ ജീവനാ. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ആദ്യം ഞാൻ എന്റെ തടി രക്ഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് രഹസ്യം കണ്ടുപിടിക്കാം. ശരി, ഗൗരിയുടെ ഇഷ്ടം. അപ്പൊ എപ്പോഴാ ഹോട്ടൽ മുറിയിലേക്ക് മാറുന്നത്? ഇപ്പൊ തന്നെ. ഇനി വൈകുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അതേ ഇനി രക്ഷയുള്ളൂ. ചിരിച്ചോ ചിരിച്ചോ. മറ്റുള്ളവരെ ഇട്ട് തീ തീറ്റിച്ചിട്ട് നിനക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ മോളെ. മരണത്തിന്റെ വക്കീന്ന് ഭാഗ്യം കൊണ്ട് മാത്രം അമ്മായി ഞാൻ രക്ഷപ്പെട്ടെ. പാമ്പിന്റെ വിഷമല്ലേ കുത്തിവെച്ചേ. കൃത്യസമയത്ത് നാരായൺജി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു പിടി ചാരമായിട്ട് മാറിയേനെ. ആ ഒരു കാര്യം എനിക്ക് ബോധ്യായി. ഈ നാരായൺജി ആള് ദിവ്യം തന്നെ. അല്ലെങ്കിൽ നിനക്ക് ആപത്ത് പറ്റിയെന്ന് അങ്ങേർക്ക് എങ്ങനെ മനസ്സിലായി? ഇനി അഥവാ മനസ്സിലായ തന്നെ ആ സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? ആ നമിക്കേണ്ടതും നന്ദി പറയേണ്ടതും നാരായൺജിയോടാ. അത് ശരിയാ. പോലീസ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാ ആ ജോത്സ്യൻ ചെയ്തേ. അല്ല, ഇനിയിപ്പോ നിനക്കൊരു പരാതി കൊടുത്തൂടെ പോലീസില്? അച്ഛനെവിടെ? എന്താ വിളിക്ക്. നീ കാര്യം എന്താന്ന് പറ. അത് അച്ഛനോട് പറഞ്ഞോളാം. അച്ഛാ, എന്താ? എന്നെ ചതിക്കായിരുന്നു അല്ലേ? അതെ, നാരായൺജി ഉപയോഗിച്ച് നിന്നെ ഞാൻ ചതിക്കായിരുന്നു. എനിക്കിഷ്ടമില്ലാത്തൊരാളെ പ്രേമിച്ച് നീ എന്നെ ചതിച്ചില്ലേ? അതിന് അതേ നാണയത്തില് തിരിച്ചടി തന്നതാണെന്ന് കരുതിയാ മതി. ജയിച്ചൊന്നും ആരും അഹങ്കരിക്കണ്ട. നാരായൺജി അല്ല ആര് വിചാരിച്ചാലും എന്നെ നീലിനെയും പിരിക്കാൻ പറ്റില്ല. നീ എന്ത് പണ്ടത്തിലടി പറയുന്നത്? നീലിപ്പോ സ്വാതിയുടെ ഭർത്താവല്ലേ? അതിപ്പോ. നാളെ അങ്ങനെ ആയിരിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? എന്റെ മോൾക്കൊരു നന്മ വരാൻ ഏതറ്റം വരെയും അച്ഛൻ പോകുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ആവേശവും എടുത്തിയാട്ടവും ഒക്കെ മാറ്റിവെച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. അച്ഛൻ പറയുന്നത് അനുസരിച്ചാൽ എന്താ നിനക്ക്? നീലിന്റെ ഭാര്യ ഒരു കൊല്ലത്തിനുള്ളിൽ മരിക്കില്ല എന്ന് ഇപ്പൊ നിനക്ക് ബോധ്യായില്ലേ? ഇനിയെങ്കിലും നിനക്ക് അവനെ മറന്നൂടെ മോളെ? മറക്കാൻ പറ്റില്ല. അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നീലിനെ സ്നേഹിച്ചത്. ഇപ്പൊ നിനക്ക് കുറച്ച് വിഷമമൊക്കെ കാണും. വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ അതൊക്കെ അങ്ങ് മാറും. വിവരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ചെലവുണ്ടേ. മുഖത്തൊരു പ്രസാദം ഇല്ലല്ലോ. മരണത്തിൽ നിന്നാ രക്ഷപ്പെട്ടിരിക്കുന്നേ. ആ ഒരു സന്തോഷം കാണിക്കണം. നീല് വല്ലതും പറഞ്ഞു കാണുമല്ലേ?
തെറ്റിപ്പോയത് അവന്റെ കണക്കൂട്ടലാണല്ലോ. സാരമില്ലെന്നേ, കുറച്ച് കഴിയുമ്പോ താനെ അവൻ ഇതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഈ സത്യവുമായിട്ട്, ഏടത്തി മരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവുമായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഗിരി, ഏട്ടൻ വല്ലാത്ത ദേഷ്യത്തിലാ. ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ശരിക്കും പറഞ്ഞാ കൊടും ചതിയല്ലേ നീൽ ഏടത്തിയോട് ചെയ്തത്. മരിക്കാൻ വേണ്ടി ഒരാളെ കെട്ടുക, അതും ആ ആൾ അറിയാതെ. ആ ചതിക്ക് ദൈവം കൊടുത്ത ശിക്ഷയായത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് എനിക്കാകെ പേടിയായിട്ട് വയ്യ. ഏടത്തി ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സത്യത്തിൽ നീലും ഗൗരി ഒഴിച്ച് ഈ വീട്ടിലെ ബാക്കി എല്ലാവരും ഈ വിവരം അറിഞ്ഞപ്പോ തൊട്ട് വലിയ സന്തോഷത്തിലാ. ഗൗരിയെ വിട്, അവൾ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല. പക്ഷെ നീലേടത്തെ തിരിച്ചറിയും. ഏടത്തിയെ സ്നേഹിക്കാൻ തുടങ്ങും, എനിക്കത് ഉറപ്പുണ്ട്. വേദയെ കെട്ടാൻ കഴിയില്ലെന്നറിയുമ്പോ അത് അറിഞ്ഞല്ലോ. ഇപ്പോ കുറച്ച് ദേഷ്യമൊക്കെ കാണും. വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ സഹിക്കാതെ. പതുക്കെ പതുക്കെ ഏടത്തിയെ നീൽ അംഗീകരിച്ചു തുടങ്ങും. എന്തോ എനിക്കൊരു സ്വസ്ഥതയില്ല ഗിരി. സത്യത്തിൽ മരിക്കില്ല എന്നറിഞ്ഞപ്പോ പെട്ടുപോയതുപോലെ എനിക്ക്. ഈ വെറുപ്പും കൊണ്ട് ഈ ജീവിതകാലം മുഴുവൻ ഏട്ടൻ എന്റെ കൂടെ കഴിയാന്ന് തീരുമാനിച്ച ഞാൻ കാരണം ആ പാവത്തിന്റെ ജീവിതം കൂടിയല്ലേ ഇല്ലാതാവുന്നത്. അങ്ങനെ ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട. ആയുസ് നീട്ടി തന്നതിന് ഈശ്വരന്മാരോട് നന്ദി പറയാ വേണ്ടത്. ഒന്നും കാണാതെ ആയിരിക്കില്ല നാരായൺജി ഇത് ചെയ്തത്. എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുക. നന്നായി വരും തന്നെയാ എന്റെയും പ്രതീക്ഷ. സമാധാനമായിട്ടിരിക്കെ. എന്താ ഒന്നും മിണ്ടാതെ മുനിയെ പോലെ നിൽക്കുന്നത്? എനിക്ക് വ്യക്തമായൊരു മറുപടി തരണം. നീൽ, അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാണല്ലേ? നീലിന്റെ ഉള്ളിലിപ്പോ അവളാണുള്ളതല്ലേ? എന്ന് നിനക്ക് തോന്നിയോ? തോന്നി. എന്റെ തോന്നലുകളൊന്നും തെറ്റാറില്ല. നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഇതുപോലുള്ള വാചക കസർത്തുകൾ കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ നീലിന്റെ തീരുമാനം? മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ സ്വാതിയെ കെട്ടിയത്. അവള് മരിക്കില്ല എന്ന് ഉറപ്പായി. ഇനി ഞാൻ എന്ത് ചെയ്യണം? കുഴയ്ക്കുന്ന ചോദ്യ നീ ഇപ്പൊ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ ഈ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. നിന്റെ ഭാഗം ന്യായമാണ്. അതുപോലെ ന്യായമാണ് അവളുടെ ഭാഗവും അല്ലേ? എന്തൊരു ഇരിപ്പടി ഇത്. വന്നെന്തെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ട. പട്ടിണി കിടന്ന നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? പട്ടിണി കിടന്നാ തീരില്ല. നീലിന്റെ ഡിവോഴ്സ് നടന്നാ തീരും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. സ്വാതി സമ്മതിക്കില്ല. അവളുടെ സമ്മതം ആർക്ക് വേണം? ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. നീല് വേണ്ടത് ചെയ്തോളൂ. നിനക്ക് നാണമില്ലല്ലോ കെട്ടി ഒഴിയാൻ പോകുന്ന ഒരുത്തിനു വേണ്ടി സംസാരിക്കാൻ. എനിക്ക് വേണ്ടിയാ നീലി ത്യാഗമൊക്കെ സഹിക്കുന്നത്. ത്യാഗം? ഒരു പാവം പെണ്ണിനെ കണ്ണീർ ഒടിപ്പിക്കുന്നതാണോ ത്യാഗം? അവനെയൊക്കെ മുക്കാലി കെട്ടി അടിക്കാൻ വേണ്ടത്. നിങ്ങൾക്ക് ആർക്ക് നീലിനെ ഇഷ്ടമല്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഡിവോഴ്സ് കഴിഞ്ഞു വരുന്ന നീലിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. എന്തിന്? കെട്ടാൻ. അയ്യേ, ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാനോ? പിന്നെ എന്തിനാ നീല് ഡിവോഴ്സ് ചെയ്യാൻ പോന്നാ അമ്മ വിചാരിക്കുന്നത്? എനിക്ക് വേണ്ടിയാ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തല്ലോ? ഇനി തല്ലിയാലേ നീ വിവരം അറിയും. ഡീ